ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയല്ലേ? ഇപ്പം നല്ല മഴ തന്നെയാണല്ലോ എല്ലാ സ്ഥലത്തും. വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം കേട്ടോ ഈ മഴയത്ത് പുറത്തിറങ്ങുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം എല്ലാവരും. ഞാനും പേടിച്ചായിരിക്കുന്നത്, മുറ്റത്ത് ഇറങ്ങുമ്പോൾ വഴുക്കോ വീഴോ എന്നൊക്കെ പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ കെയർഫുള്ളായിരിക്കണേ. മഴയത്തൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, വീഴാതെ നോക്കുക, അതൊക്കെ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ കർക്കിടക മാസമല്ലേ. ഇപ്പോൾ കർക്കിടക മാസം കുറേ ദിവസത്തേക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റ് വീടൊക്കെ അടിച്ച് തുടച്ച് നമ്മൾ ഇന്നലെ കത്തിച്ച് വെച്ച വിളക്കൊക്കെ വീണ്ടും തുടയ്ക്കും. ദിവസം കിണ്ടിയിലെ വെള്ളം മാറ്റും, പൂക്കൾ മാറ്റും, എല്ലാം മാറ്റിയൊക്കെ തുടച്ച് വീണ്ടും വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. ഇപ്പോൾ കർക്കിടക മാസം ഐശ്വര്യ മാസമല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് നല്ലൊരു സംതൃപ്തിയും സന്തോഷം. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി പതിവ് പോലെ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ ഉണ്ടാവും. അതിനുശേഷം അടുക്കളയിലേക്ക് കടന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഉച്ചക്കൽക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്. ഒരു കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. നല്ലൊരു മരുന്ന് കഞ്ഞിയാണ്. നല്ല ആരോഗ്യത്തോടെ ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉലുവക്കഞ്ഞി എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നവരരി, ഒരു കപ്പ് നവരരി, ഒരു ചെറിയ കപ്പ്, 1 ടേബിൾ സ്പൂണ് നമ്മുടെ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പുണ്ടല്ലോ, ചെനാദാൽ. അതിൻ്റെ മലയാളത്തിലെ പേര് ചെനാദാൽ, നമ്മുടെ കടലപ്പരിപ്പ്. കടലപ്പരിപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂണ് മുതിര, 1 ടേബിൾ സ്പൂണ് റാഗി പൊടിയല്ല, റാഗിയാണ്. 1 ടീസ്പൂണ് ഉഴുന്ന്, 1 ടീസ്പൂണ് തോരപ്പരിപ്പ്, 1 സ്പൂണ് ഉലുവ, 1/2 ടീസ്പൂണ് ജീരകം. ഇതുകൊണ്ടാണ് കേട്ടോ ഞാനിന്ന് കഞ്ഞി ഉണ്ടാക്കുന്നത്. ഉലുവ കഞ്ഞിയായിട്ടല്ല, ഉലുവ ഇടുമ്പോൾ ഉലുവ തന്നെയല്ലേ ഇടാൻ പറ്റുള്ളൂ. ഉലുവയും അരിയും, ഉലുവയും എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുള്ള കഞ്ഞിയാണ്. ഉലുവക്കഞ്ഞി ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഉലുവക്കഞ്ഞി ഇട്ടതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ഞാൻ നല്ലപോലെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടു കേട്ടോ. പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം, പയറുവർഗ്ഗങ്ങളെല്ലാം. ഇതിനിപ്പോൾ നിങ്ങൾക്ക് ചെറുപയർ പരിപ്പോ ചെറുപയറോ സാധാരണ വൻപയറോ എന്തൊക്കെ നമുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടായതൊക്കെ എടുത്തതാണ്. മുതിര ഉണ്ടായിരുന്നു, മുതിര ഉണ്ടായിരുന്നു, തോരപ്പരിപ്പ്, കടലപ്പരിപ്പ്, ഉഴുന്നും പരിപ്പ്, റാഗി, ഉലുവ, ജീരകമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ ഞാൻ നവരരി നേരത്തെ വേവിച്ചു കേട്ടോ. നവരരിക്ക് കുറച്ച് വേവ് കൂടുതലാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ നവരരി കഴുകി ആദ്യം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷമാണ് മറ്റുള്ളതെല്ലാം കഴുകി നല്ലപോലെ കഴുകി നവരരി വേവിച്ച ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു. എല്ലാം നല്ലപോലെ വേവിച്ച് കൊണ്ടുവന്നു കേട്ടോ കുക്കറിലിട്ടിട്ട്. ആദ്യം നവരരി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ മറ്റുള്ളതെല്ലാം കഴുകി വീണ്ടും ചേർത്ത് വെള്ളമൊഴിച്ച് നല്ലപോലെ കുക്കറിൽ വേവിച്ച് അതൊരു പാത്രത്തിലേക്ക് പകർത്തി. ഇപ്പോൾ കുക്കറിൽ ഉണ്ടാക്കി കാണിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റീലിൻ്റെ പാത്രം, കുറച്ച് വട്ടമുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തത്. അത് അടുപ്പത്ത് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് ഒന്നും കൂടി വേവിച്ചു. നല്ലപോലെ ഇളക്കി വേവിച്ചു കേട്ടോ. നമ്മൾ ചേർത്ത നവരരിയും പരിപ്പ് വർഗ്ഗങ്ങളും എല്ലാം നല്ലപോലെ ഒന്നും കൂടി വേവിച്ചു അടുപ്പത്ത്. അതിനുശേഷം ഒരു തേങ്ങയുടെ 2-ാം പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ 2-ാം പാലും കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലപോലെ ഇളക്കി. ആ 2-ാം പാലിൽ എല്ലാം കൂടി വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ വേവിച്ചെടുത്തു കേട്ടോ. തേങ്ങയുടെ 2-ാം പാലിൽ കിടന്ന് വീണ്ടും നല്ലപോലെ തിളപ്പിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു ലോ ഫ്ലെയിമിൽ. തേങ്ങാപ്പാലിൽ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വെന്താലും ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. കുക്കറിൽ ആദ്യം ഒന്ന് വേവിച്ചതാണ്. വീണ്ടും തേങ്ങയുടെ 2-ാമത്തെ പാലിൽ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ചേർന്ന് കിട്ടണമല്ലോ. തേങ്ങാപ്പാലിൽ കിടന്ന് എല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് ഒന്ന് അലിഞ്ഞ് ചേരണമല്ലോ. അതുകൊണ്ടാണ് നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം 2-ാം പാലിൽ വെന്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുത്തു, തേൻപാൽ കേട്ടോ. തേങ്ങയുടെ ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തേങ്ങയുടെ ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുത്തു. ഒന്ന് ജസ്റ്റ് തള വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വീണ്ടും ഒന്ന് ഇളക്കി പാകത്തിനിട്ടു. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തു കേട്ടോ.
ഒരുപാട് കുറുക്കിയിട്ടുമല്ല, ഒരുപാട് വെള്ളത്തോടു കൂടിയല്ല കേട്ടോ എടുത്തത്. നമുക്ക് നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം കേട്ടോ. ഒരുപാട് കുറുക്കി വെള്ളം കുറച്ചെടുക്കണമെങ്കിൽ എടുക്കാം, വെള്ളം കൂട്ടിയെടുക്കണമെങ്കിൽ എടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഞാനൊരു കഞ്ഞിയുടെ പരുവത്തിലാണ് എടുത്തത്. ഒരു പായസമൊക്കെ കഴിക്കില്ലേ അതുമാതിരി അതേ പാകത്തിനാണ് എടുത്തത്. തേങ്ങയുടെ ആദ്യത്തെ പാലൊഴിച്ച് ഒന്ന് തിള വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തിളയ്ക്കാൻ അനുവദിച്ചില്ല. തിള വരുമ്പോഴേക്കും ഓഫ് ചെയ്തു. തിള വരാൻ തുടങ്ങി കേട്ടോ. പതഞ്ഞ് പൊങ്ങുന്ന കണ്ടോ. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഇനി കുറച്ച് അതിൽ കിടന്ന് ഒന്ന് വേവുമല്ലോ. ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട്, ഉപ്പ് കാലാനമക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ബ്ലാക്ക് സോൾട്ടാണ്. സാധാരണ ഉപ്പ് കറിയപ്പല്ല, ബ്ലാക്ക് സോൾട്ടാണ് ഇട്ട് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വേറെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തു. ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തു. ഇനി കഴിക്കുന്ന നേരത്ത് നമുക്ക് ഉപ്പോ നെയ്യോ എന്താ വേണ്ടെന്ന് വെച്ചാൽ കൂട്ടി കഴിക്കാമല്ലോ. അതിന് നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം കേട്ടോ. എന്ത് കറിയാണ്, വെജിറ്റബിൾ കറിയാണ് ഇപ്പോൾ കഴിക്കുക ഞങ്ങൾ. വെജിറ്റബിൾ കറി എന്ത് കറി വേണമെങ്കിലും നമുക്ക് ഈ കഞ്ഞിയുടെ കൂടെ കഴിക്കാം. ഞാനിപ്പോൾ മോരുകറി ഇരിപ്പുണ്ട്, മോരുകറി തോരനൊക്കെ ഉണ്ട്, അത് കുട്ടിയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.